ഹലോ, ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെയിൻ്റ് അടിയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ പെയിൻ്റ് അടി ഇവിടെ ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കുന്ന ജിതു? നോക്കട്ടെ. ഫെവിക്വിക്ക് കയ്യിലായി. കാണില്ല. ഇതാ നോക്കട്ടെ, കൈ കാണിക്ക്. അടുപ്പിൻ്റെ മേലാ കയറിയിരിക്കണ. ഇവിടെ ഒരാൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇതാണുണ്ടോ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് പെയിൻ്റ് അടിച്ച ഭാഗം. പെയിൻ്റ് അല്ല, പ്രൈമർ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ഇത് അടിക്കാനുള്ള ഭാഗം. രാത്രിയിലാണ് ഒഴിവിട്ടിയത്. രാത്രി കയറി പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാണ്. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കാനുള്ള പരിപാടിയാണ്. അയ്യോ, എൻ്റെ കാലം ഒഴിവ് കിട്ടുമ്പോ പരമാവധി അടിച്ചു തീർക്കുക. ഇതൊക്കെ പഠിച്ചതാണ്. ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ പഠിച്ചതാ. ഇനി ഇതിൻ്റെ മേലെ ഇത് പ്രൈമറാണ്. പുക പിടിച്ച സീലിംഗ് വൈറ്റ് കൂടെ അടിക്കും. ഇത് ഫുള്ള് ഞാൻ ഇതവിടെയൊക്കെ പുക പിടിച്ചെടുക്കുക. ജിതു, പുക പിടിച്ച് കിടക്കണം ഇവിടെയൊക്കെ. കണ്ടോ, അടുപ്പിൻ്റെ മേലൊക്കെ പുക പിടിച്ചെടുക്കുക. അപ്പോൾ പ്രൈമർ അടിക്കുകയാണ് പുക പോകാൻ വേണ്ടിയിട്ട്. ഏറ്റവും ടാസ്ക് നമ്മൾ ഈ കിച്ചണിൽ വേണ്ടിയിരിക്കണം. പുക പിടിച്ചിട്ടോ അത് അവിടുന്ന് ലൈറ്റിൻ്റെ വിളിച്ച് ലൈറ്റ് ഭയങ്കരം പുക പിടിച്ചിട്ടൊക്കെ അതൊന്ന് ക്ലീൻ ചെയ്യാനാണ് ഭയങ്കര പണി. പുക പിടിച്ച് പോകാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ പ്രൈമർ അടിച്ച് പിന്നെ വരെ കൂടെ സീലിംഗ് വൈറ്റ് അടിക്കണം. എന്നാൽ ക്ലിയർ ആവും. അല്ല, അടിച്ചെടുത്തപ്പോൾ ക്ലിയർ അല്ലേ കുറെ? ഇനി വൈറ്റും കൂടെ അടിച്ചാൽ അടിപൊളിയാവും. നല്ല കളർ വരും. ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു പുകട്ട് പഴയ പോലത്തില്. നിങ്ങൾ പറയുന്നത് ക്ലിയർ ഉണ്ടോന്നാവോ? മൈക്കിൻ്റെ അടുത്താ. ഇതെല്ലാം ഞാൻ പറഞ്ഞു വാതിലടയ്ക്കാന്ന്. ഈ നോക്കൂല. ഇക്ക നിങ്ങളുടെ ട്രൗസർ കാണുമ്പോഴേ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഇത്രയും സ്ഥലത്ത് പെയിന്റ് അടിച്ചതിനേക്കാളും കൂടുതലുണ്ടല്ലോ ട്രൗസറിൽ. അതൊക്കെ പെയിന്റ് അടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇടുന്ന ട്രൗസറാണ്. ഇടയ്ക്ക് പെയിന്റ് അടിക്കാനൊക്കെ പോകും. പെയിന്റ് അടിക്കല്ല, പെയിന്റ് അടിക്കാൻ പോകുമ്പോൾ ഇടുന്ന ടീഷർട്ട് ഒന്ന് ഇട്ടതാണ് കേട്ടോ. താടിമേലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. കൂലി കൊടുത്ത് ചെയ്യിച്ചൂടെ എന്നൊക്കെ അറിയുന്ന പണി നമ്മൾ തന്നെ ചെയ്യണം. എന്തിനാ കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കണല്ലേ? കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കരുത്. നമുക്ക് നമ്മള് പയ്യെ എടുത്താലോ 2 ദിവസം കൂടുതലായാലോ നമ്മളതിന് നമ്മളെ വീട് പെയിന്റ് അടിക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കില്ലല്ലോ. കുറേ മുന്നേ ആളെ വിളിച്ച് ചെയ്യിച്ചു. നമ്മളെ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് അപ്പൊ ആളെ വിളിച്ച് ചെയ്യിച്ചു. പിന്നെ നമ്മൾ തന്നെ അടിക്കില്ല. ഇക്ക അടിക്കും, ഞാൻ തുടക്കും. ഇക്ക പെയിന്റ് അടിക്കും, ഞാൻ നിലം തുടക്കും. ഇന്നിപ്പോൾ നിലത്താവണത് തുടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാടാവില്ല അങ്ങനെ പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടുക നിലത്ത്. നല്ലോണം തുടക്കണ്ടാവും. ഇതൊക്കെ കഴുകി മാറ്റാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മസാലകളൊക്കെ ഇട്ടിരിക്കണ ബോട്ടിലൊക്കെ ആണ്. അതൊക്കെ കഴുകാനുള്ളതാണ്. പ്രൈമർ അടിക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ആവില്ലല്ലോ. ഒക്കെ വായും ഒക്കെ കെട്ടിക്കാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇത്ര അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സീലിങ്. ഇതിപ്പോൾ 2 വട്ടം അടിച്ചു. ഒരു വട്ടം പ്രൈമറും പിന്നെ വൈറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗം ചുമരടിച്ചു. ഒരു വട്ടം അടിച്ചിട്ടുള്ളൂ കേട്ടോ. ആയിട്ടില്ല, കളറായിട്ടില്ല. പിന്നെ ഇവിടെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഒന്നും പറയാനല്ലക്ക. മോൻ കണ്ടില്ല. കണ്ണ് മാത്രമേ കണ്ടുള്ളൂ.
ആള് തിരിച്ചറിയുണ്ടല്ലോ. പെയിന്റ് അടിക്കുന്നത് ആരാണ്? അതുകൊണ്ടാണോ മോൻ കാണിക്കാത്ത? പ്രത്യേകിച്ച് എന്റെ താടിമ വന്നില്ല കേട്ടോ. താടിയിൽ പെയിന്റ് ആയാലും പോവാൻ ഭയങ്കര കാരണം താടിയിൽ പെയിന്റ് ആവും. അതുകൊണ്ട് എനിക്കത് ഇങ്ങനെ തലയിൽ തൊപ്പി ഇട്ടിങ്ങനെ താടിമത് കെട്ടി ചെയ്തു. താടിയിൽ പെയിന്റ് ആയാൽ പോവാൻ ഭയങ്കര പാടാ. ഇതാ ഇവിടുത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് അലങ്കോലമായി കിടക്കുക. നോമ്പിൻ്റെ പണിയും പെയിൻ്റ് അടി ഇതൊക്കെ കണ്ട് ഫുള്ള് പരന്ന് കച്ചറായി കിടക്കുക. ഇവിടെ നിലത്തൊറ്റാതൊക്കെ വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നു. ബ്രഷും കൊണ്ട് നോക്കുമ്പോൾ അധികം ഒറ്റില്ലല്ലോ നിലത്തത്. അല്ല ബ്രഷ് കൊണ്ടല്ല, റോൾ കൊണ്ട്. ഞാൻ ബ്രഷ് കൊണ്ട് ഇന്നലെ രാത്രി ഫുള്ള് ഇതായിണ്ടായിരുന്നില്ലേ, അടുപ്പിൻ്റെ അവിടെയോ പിന്നെ നിലത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് നല്ല കിടന്നത്. 1 മണി അങ്ങനെ ആയിക്കണല്ലേ എന്നാലും നമ്മൾ കിടക്കുമ്പോൾ. ഇനി ചാച്ചും ചെയ്തും വരുമ്പോൾ ഇത് ഫുള്ള് തീർക്കണം, അല്ലെങ്കിൽ ഓരോ വക ഒരു പെയിൻ്റ് അടി ഉണ്ടാവും. ഇന്നലെ ജിതുവിൻ്റെ കയ്യിൽ ഫുള്ള് ആ ഫെവിക്വിക്കായിട്ട് അവൻ കുറേ നേരം കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇതാണ് നമ്മൾ നോമ്പിൻ്റെ പണിയും പിന്നെ പെയിൻറ്റിങ്ങും എല്ലാം കൂടെയാണ്. ഇപ്പം വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പുറത്തെ കൂടെ. പണ്ടൊക്കെ തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. ഇനി എവിടെ അടിക്കേണ്ടത് നോക്കിക്ക. എനിക്കുള്ള പണി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലേ. എനിക്കുള്ള പണി നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. എന്തായിട്ടുണ്ടാ പിടിക്കണോ? ടേബിളിൽ മാത്രം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കല്ലേ. അപ്പം ഇനി ഇതൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അടുത്ത് കാണിച്ചു കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങി. ഇതിൻ്റെ കണ്ണ് നോക്കിയൊക്കെ ഇന്ന് കുറേ കുറവുണ്ടല്ലേ. ഇന്ന് വലിച്ചു പറിച്ചിടുന്നുണ്ട്. അപ്പം ഇന്നത്തേത് ഇത്രയൊക്കെ ഉള്ളൂ. ചോറുണ്ടിട്ടില്ല, ചോറുണ്ടണം. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. ഇന്ന് പറയാൻ നേരമില്ല. ടാറ്റ.